ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഫ്രീ ഫയർ കളിക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാ ഫ്രീ ഫയർ വന്നിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഈ മാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പഴയ ഫ്രീ ഫയർ ആയിരുന്നു അടിപൊളി. പണ്ടൊക്കെ ഞാൻ എത്ര പേരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ആദമിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് എത്ര പേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്ന് പ്രാങ്ക് ചെയ്ത് നോക്കിയാലോ? ഇപ്പോൾ അത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദമിനെ ഇടാം. ഇപ്പോൾ എന്തായാലും മുടുക്കനായി. ഇത് വെച്ച് എന്തായാലും എല്ലാരും ഒന്ന് പറ്റിക്കണം. അതിനു മുമ്പ് ഈ സൗണ്ടും കൂടി ഒന്ന് മാറ്റിയാലോ? ഒരു കൊച്ചു കുട്ടിയുടെ സൗണ്ട് ആക്കാം. ഇത് സെറ്റായി. ഇങ്ങനെ മതി ഇനിയും കളിക്കേണ്ടത്. ഇനി ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫ്രണ്ട് ലിസ്റ്റുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കാം. വിളിച്ചിട്ടുണ്ട്, വരുമായിരിക്കും. വന്നല്ലോ. ചേട്ടാ ചേട്ടാ, ഞാൻ ആരേട്ടാ? ശരി, നീ ഏതാടാ നൂബേ? നീ ഏതാന്ന് എന്നോടാണോ ചോദിക്കുന്നേ? അല്ല ഏട്ടാ, ഇത്രയും വലിയൊരു പ്ലെയർ ഒറ്റ വട്ടം വിളിച്ചപ്പോ തന്നെ എന്റെ കൂടെ കളിക്കാൻ വന്നില്ലേ? ഞാൻ ആരേട്ടാ? ഞാൻ ആരേട്ടാ? എന്റെ പൊന്നു നൂബേ, നീ ആരാന്ന് എനിക്ക് അറിയില്ല. നീ ആരാ? ചേട്ടാ, ഞാനൊരു പാവ നൂബ. എന്റെ കൂടെ ഒരു കളി കളിക്കാമോ? അതിനെന്താ നൂബേ, നല്ലപോലെ കളിക്കണേ. ഞാൻ എന്തായാലും കളിക്കാം നിന്റെ കൂടെ. നല്ലപോലെ കളിക്കണം നീ. സത്യത്തിയേട്ടാ, നിങ്ങളെ പോലുള്ള പ്രോ പ്ലേയേഴ്സ് ഒക്കെ എന്റെ കൂടെ കളിക്കുന്നത് തന്നെ എനിക്കൊരു ഭാഗ്യവാ. എടാ നൂബേ, നിനക്ക് എവിടെ നിന്നാടാ ഈ ചിരിക്കുന്ന ഇമോട്ട് കിട്ടിയേ? അത് പിന്നെ ചേട്ടാ, എനിക്ക് ഒരു ചേട്ടൻ ഗിഫ്റ്റ് തന്നതാ ചേട്ടാ. എനിക്കൊരു ചേട്ടൻ ഗിഫ്റ്റ് അയച്ചു തന്നതാ. അതൊക്കെ പോട്ടെ, നമുക്കൊരു മാച്ചങ്ങ് പോയാലോ? നമുക്ക് കളിക്കാൻ ചേട്ടാ. ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടേ. ചേട്ടാ, തോക്ക് എനിക്ക് വേണം ചേട്ടാ. എനിക്ക് വേണം ചേട്ടാ തോക്ക്. ചേട്ടാ, തോക്ക് എനിക്ക് താ ചേട്ടാ. ചേട്ടാ, തോക്ക് എനിക്ക് താ ചേട്ടാ. നൂബേ, ഞാൻ ആ തോക്ക് തരാം. നീ ഒന്ന് സമാധാനപ്പെട്. നീ ഒന്ന് അടങ്ങിയിരുന്നേ നൂബേ. നീ താങ്ക് യു ചേട്ടാ. ചേട്ടനെ പോലുള്ള ഇത്രയും വലിയ പ്രോ പ്ലേയേഴ്സ് ഒക്കെ എനിക്കൊരു തോക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ എനിക്ക് വലിയ കാര്യം ചേട്ടാ. ഞാൻ ആരാ ചേട്ടാ? ഞാൻ ആരാ? ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ ചേട്ടാ? ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഉസ്പെത്തണവർക്ക് ഉമ്മനോ, കടുപ്പെത്തണവർക്ക് കമ്മനോ പറഞ്ഞാ വാഴക്ക ജമ്മനെ പോവാ. നനച്ച സിപ്ലൈനിൽ കേറിയിട്ട് അതല്ല, നനച്ച സിപ്ലൈനിൽ അതൊന്ന് കറക്റ്റ് കിട്ടാതെ നമ്മ സിപ്ലൈൻ എടുത്ത് നിക്കുമ്പോ നനച്ച സിപ്ലൈൻ എടുത്ത് കേറിയ നമ്മള് നനച്ചടത്തേക്ക് പോക മുടിയാതെ. അതുക്കൊരു സിപ്ലൈൻ വരും, അതുക്കൊരു നേരം ഇருக்கு. അപ്പതാ அந்த இடத்துக்கு നമ്മ പോക മുടിയും. കിരീടത്തേക്ക് എവിടെ വേണേലും കന ഇറക്കണം. തലക്ക് കനക്കൂടാതെ. എടാ നൂബേ, അടങ്ങിയിരിക്കടാ. നിന്റെ ഒടുക്കത്തെ ഒരു മോട്ടിവേഷൻ. ചേട്ടാ, ചേട്ടൻ എന്തിനാ ചേട്ടാ ചേട്ടന്റെ മൂട്ടി തീയിട്ടേക്കുന്നെ? ഇതെന്തുവാ ചേട്ടാ കാണിച്ചു വെച്ചേക്കുന്നെ? ചേട്ടന്റെ മൂട്ടി തീ പിടിക്കുന്ന ചേട്ടാ, ഇതെന്തുവാ ചേട്ടാ? എടാ നൂബേ, എനിമയുണ്ടാ. അടിയടാ. എടാ, എന്തോ പണിയാടാ കാണിക്കുന്നേ. ഇവനെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര. എടാ നൂബേ, നീ എന്ത് പണിയാടാ കാണിച്ചേ? നല്ലപോലെ കളിക്കാന്ന് പറഞ്ഞിട്ടല്ലേടാ നിന്റെ കൂടെ ഞാൻ കളിക്കാൻ വന്നേ. ചേട്ടാ, സോറി ചേട്ടാ, എനിക്ക് നല്ലപോലെ ഒന്നും കളിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ നൂബേ, നിന്റെ സൗണ്ട് എന്താടാ പെട്ടെന്ന് മാറിയേ? എടാ മണ്ട, ഞാൻ നൂബൊന്നും അല്ലടാ. എനിക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം. നീ ആ നൂബ്. ഞാനാണെങ്കിൽ നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് പറ്റിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നൂബ് പ്രാങ്ക് ചെയ്തതാ. അത് ശരി. എടാ സോറി അളിയാ. ഞാനാണെങ്കിൽ ഞാൻ വിചാരിച്ച നൂബ് ആണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനാണെങ്കിൽ നിന്റെ പ്രൊഫൈൽ പോലും എടുത്ത് നോക്കാതാ പറഞ്ഞ്. സോറി അളിയാ. അത് കുഴപ്പമില്ലടാ. എങ്കിലും ഇങ്ങനെ കളിക്കാൻ അറിയാത്തവരെ ഒന്നും ഇങ്ങനെ കളിയാക്കില്ല കേട്ടോ. അതൊന്ന് നോക്കിയേക്കണം. ആരെയും ഇങ്ങനെ കളിയാക്കാൻ പാടില്ല.